നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഓഗസ്റ്റ് മാസം 22-ാം തീയതി 1201 ആണ്ട് ചിങ്ങമാസം 6-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രം ശരിക്കും പറഞ്ഞാൽ ശുഭനക്ഷത്രമല്ല. വെള്ളിയാഴ്ചയൊക്കെയാണ്, നല്ല ദിവസമാണ്, പക്ഷേ ആഴ്ച നല്ലതല്ല. ആയില്യ നക്ഷത്രം ശുഭനക്ഷത്രം അല്ലാത്തത് കൊണ്ട് ഇന്ന് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമല്ല. അപ്പോൾ ശുഭകാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത്ര കണ്ട് വിജയത്തിലേക്ക് വരാതെ വരും. അതാണ് ശുഭനക്ഷത്രം ശുഭരാശി എന്ന് കിട്ടിയില്ലെങ്കിലുള്ള ഫലം. അതുപോലെ ചിങ്ങമാസത്തിൽ ആയില്യ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ അത്ര കണ്ട് ദോഷപ്രദമായ ഒരു വർഷമല്ല. ആയില്യ നക്ഷത്രക്കാർക്ക് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വെള്ളിയാഴ്ച കിട്ടി, ഇപ്പോൾ നല്ല ദിവസം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു വർഷത്തെ ഫലത്തെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമാണ്. വിവാഹം നടക്കാത്തവർക്ക് വിവാഹ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നവർക്ക് അത് പരിഹരിക്കപ്പെടും. ഭർത്താവുമായിട്ട് അകന്ന് നിൽക്കുന്നവർക്ക് നിങ്ങൾക്ക് ഒന്നിച്ചിരിക്കാനുള്ള സമയം അല്ലെങ്കിൽ ആ സാഹചര്യം ഉണ്ടാവും. മക്കളെ കല്യാണം നടക്കാതെ വിഷമിച്ചിരിക്കുന്ന പേരൻസിന് മക്കളെ കല്യാണം നടത്തി കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള സന്തോഷപ്രദമായ അവസ്ഥകൾക്ക് ഇടവരുന്ന കാലയളവാണ് ഈ ഒരു വർഷക്കാലവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് സമയ അനുകൂലത്തിലായ സ്ഥിതിക്ക് നമുക്ക് അതിന് വേണ്ടി പ്രയത്നിക്കണം. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാവുകാല സമയം വരുന്നത് 10:55 തൊട്ട് രാവുകാല സമയം ആരംഭിക്കും. 12:27 വരെ രാവുകാല സമയമാണ്. ഈ സമയം ശുഭയാത്രയ്ക്ക് നല്ലതല്ല. ഇപ്പോൾ ഓരോ ശുഭപ്രദമായ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ സമയം നോക്കി ഇറങ്ങുന്നത് നന്നായിരിക്കും. നമുക്ക് ഒരു ദിവസം ഒരു കാര്യവും ചെയ്തുകൂടാത്ത 1-2 സമയമുണ്ട്. ഗുളികൻ്റെയും യമകണ്ഠൻ്റെയും കാലയളവ്. അതിൽ ഗുളിക കാല സമയം വരുന്നത് 7:51 തൊട്ട് 9:23 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 3:31 തൊട്ട് 5:04 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും നല്ലതല്ല. ഓരോ കാര്യങ്ങൾക്ക് വളരെ ശ്രദ്ധിച്ച് ഒരു ശുഭകാര്യം ചെയ്യാതിരിക്കുക. ഇന്ന് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കുക. അഭിജിത്ത് മുഹൂർത്തം 12:03 തൊട്ട് ആരംഭിക്കും. 12:51 വരെ 48 മിനിറ്റ് ഉള്ളതിൽ ഒരു 4 മിനിറ്റ് ഇടയ്ക്കൊഴിച്ചാൽ 44 മിനിറ്റും നമുക്കെടുക്കാം. അതുപോലെ തന്നെ ഓരോ കാര്യത്തിന് പോകുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. റെഡ് മിക്സായിട്ടുള്ളതോ റെഡ് കളർ വസ്ത്രത്തിൽ ഉൾപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഈ ശുക്രൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരികയും നമുക്ക് ആ ഐശ്വര്യപ്രദമായ അവസ്ഥ പോകുന്ന കാര്യങ്ങൾക്കും വീട്ടിൽ നിൽക്കുമ്പോഴും ഒരു എനർജി ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ശുക്രഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.